സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിച്ചടി, അതായത് നോർത്ത് ഇന്ത്യൻസിൻ്റെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന അതേസമയം ന്യൂട്രീഷ്യസ് വളരെയധികം പോഷകപ്രദമായ ഒരു ഭക്ഷണമാണ് കിച്ചടി. അത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അതുമാത്രമല്ല വളരെ ഹെൽത്തിയാണ്. അത് കാരണം കൊണ്ട് ഈസിയാണ്. അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ നോക്കൂ, ഒരു ഗ്ലാസ് തൂർ ദാൾ, അതായത് സാമ്പാർ ദാൾ. ഇത് സാമ്പാർ ദാൾ വേണമെന്നില്ല, മൂങ്കി ദാൾ, അതായത് ചെറുപയർ പരിപ്പിടാം. ഒരു ഗ്ലാസ് അരി, ഇത് കുറച്ച് പച്ചമുളക്, മല്ലിയുടെ ഇല, ഇഞ്ചി, കായപ്പൊടിയുടെ ആവശ്യമില്ല. അത്ര മാത്രമേ ഉള്ളൂ ഇതിനാവശ്യം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. കുക്കർ വെച്ചു, പരിപ്പ് ഇട്ടു കേട്ടോ. പരിപ്പ് ഞാൻ കുതിർത്തി കഴുകി വെച്ചിരുന്ന പരിപ്പാണ്. അത് അരി ഇതിലിടണം. അരി ഇട്ടു കേട്ടോ. അരി അതിലിട്ടു. ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത്, അതായത് ഒരു ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് പരിപ്പ്. പരിപ്പ് ചെറുപയർ പരിപ്പാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇത് ഞാൻ സാമ്പാർ പരിപ്പാണ്. മഞ്ഞൾപ്പൊടി ഇടുക, ലേശം മുളക് പൊടി ഇടുക, ഉപ്പിട്ട്. ഈ വെള്ളം മതിയായിരിക്കും. ഞാൻ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്താം. കുക്കർ അടച്ചു വെച്ചു. ഇനി ഇത് വേവിട്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം. ഇതുപോലെ അസലായിട്ട് വെന്തു കേട്ടോ. ഇനിയിപ്പോൾ നോക്കൂ, ഇതിപ്പോൾ നല്ല പോലെ വെന്തു. ഇനി നമുക്കിതിനെ താളിക്കണം. അതായത് ജീരകം, മുളക് കൂടിയിട്ട് വറുത്തിട്ട് അത് ഇതിലിടണം. പിന്നെ നമുക്ക് ഇഞ്ചി അതൊക്കെ കൂടി വറുത്തിടണം. വെളുത്തുള്ളിയൊക്കെ കൂടി വറുത്തിടണം. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ഇതായി പച്ചടി കിച്ചടി കേട്ടോ. വെളുത്തുള്ളി കൂട്ടാത്തവർ വെളുത്തുള്ളി വേണ്ട, വെളുത്തുള്ളി കഴിക്കുന്നവർ വെളുത്തുള്ളി കഴിക്കാം കേട്ടോ. ഒരു മുളക് ഇട്ടു. പിന്നെ ഇതിൽ നെയ്യ് ഇടാൻ പാടുള്ളൂ കേട്ടോ. നെയ്യ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കിച്ചടിക്ക്. ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ നെയ്യ് ഉപയോഗിക്കണതിൻ്റെ ടേസ്റ്റ് ഓയിൽ ഉപയോഗിച്ചാൽ കിട്ടില്ല. മല്ലിയുടെ ഇല നിറച്ചിടാം കേട്ടോ. ഇതിന് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജീരകം പൊട്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടാം. പൊട്ടി ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു കേട്ടോ. പിഞ്ച് കായ കേട്ടോ, ഒരു പിഞ്ച് കായ കുറച്ചിടുള്ളൂ. ഒരു പിഞ്ച് കായ, അതായത് പരിപ്പല്ലേ. പലതരം പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനൊരു വെജിറ്റബിൾസ് ക്യാരറ്റ്, അതുപോലെ ബീൻസ്, അതുപോലെ ഏതെല്ലാം വെജിറ്റബിൾ, ക്യാബേജ്, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇതാ വെളുത്തുള്ളി ഇതുപോലെ വന്നു. ഇനി ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലേക്ക് ചേർക്കാം. ഇത് ക്യാൻസൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചടി കാലായി വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റും വളരെ ന്യൂട്രീഷ്യസ്. ഇത് ഏത് ദാൾ വേണമെങ്കിൽ ഇടാം, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇടാം. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇടണ്ട, ബീൻസ്, ക്യാബേജ്, പിന്നെ മഷ്റൂം, ഏത് വേണമെങ്കിൽ ഇട്ടോളൂ. കിച്ചടിക്ക് വളരെ ടേസ്റ്റാണ്. അത് വെള്ളം വറ്റിച്ചെടുക്കരുത്, കുറച്ച് വെള്ളം വേണം കിച്ചടി. കിച്ചടിയൊക്കെ നമ്മുടെ കഞ്ഞിക്കാണ് ഒരു കിച്ചടി എന്ന് പറയാം. കഞ്ഞി പോലെയുള്ള പരിപ്പ്. അധികം വെള്ളം വേണ്ട. നല്ലോണം നെയ്യ് ഒഴിച്ച് ഇനി ഇതിൽ കുരുമുളക് കൂടി കുറച്ചിടും. കുറച്ച് പെപ്പർ പൗഡർ ഇടുക. കായ ഇട്ടു, ഇനി പെപ്പർ പൗഡർ ഇട്ടു. ഒരു നുള്ളു പെപ്പർ പൗഡർ കേട്ടോ. നുള്ളു പെപ്പർ പൗഡർ ഇട്ടു. ഇനി ഇതിനെ നല്ലപോലെ ഇളക്കിയിട്ട് ഇനി നമുക്കിത് കഴിക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പുണ്ട്. വളരെ ടേസ്റ്റുള്ള കിച്ചടി കലായി. ഇതിലെല്ലാ വെജിറ്റബിൾസും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടത് വെറും തൈര് മാത്രം. തൈര് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുക. സ്വാദിഷ്ടമായ കിച്ചടി തയ്യാറായി. വളരെ ന്യൂട്രീഷ്യസ് ആണ്, അതേസമയം ഈസി ടു മേക്ക് ആൻഡ് ഈസി ടു ഈറ്റ്. വളരെ നല്ല സാധനമാണ്, വളരെ ലൈറ്റ് ഫുഡാണ്. ഇത് തൈരിൻ്റെ കൂടെ അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ നമ്മൾ രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞു വെറും 5 മിനിറ്റ് മതി. അത് അരി രണ്ടും കുതിർത്ത് വെച്ച് പച്ചരി, അതുപോലെ ദാൾ, പലതരം ദാളുണ്ടെങ്കിൽ ചേർക്കാം. വെജിറ്റബിൾസൊക്കെ അതിൽ കട്ട് ചെയ്ത് ചേർക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്ന കിച്ചടി. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കും. ഇത് വയറിനും നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ്. എല്ലാം കൊണ്ടും വളരെ ഗുണകരമായ ഒന്നാണ് ഈ കിച്ചടി നോർത്ത് ഇന്ത്യൻസിന്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുത് കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.